കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് WWE കണ്ടവർക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കുന്ന ഒരു മുഖമായിരിക്കും ഈ കുട്ടിയുടേത്. തന്റെ 3-ാമത്തെ വയസ്സിൽ ഒരു റയർ പീഡിയാട്രിക് ബ്രെയിൻ ക്യാൻസർ വന്നിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു ഇത്. എന്നാൽ ഈ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് WWE ആയിരുന്നു. തന്റെ ചെറുപ്പം മുതലേ കണ്ടു വളർന്നിട്ടുണ്ടായിരുന്നതും അത് തന്നെയായിരുന്നു. അങ്ങനെ ഈ ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുണ്ടായിരുന്നത് ഒരു ദിവസം WWE സൂപ്പർ സ്റ്റാർ ആയിട്ട് ജീവിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ ഒരു ആഗ്രഹവുമായിട്ട് ആ കുട്ടി WWEയുടെ അടുത്തേക്ക് എത്തി. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു റെസ്ലിംഗ് മലയാളം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഈ കുട്ടിയുടെ പേര് കോണർ മെഹാവ്ലിക് എന്നാണ്. തൻ്റെ 3-ാമത്തെ വയസ്സിൽ കോണറിന് മെഡുല്ലോ ബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റയർ പീഡിയാട്രിക് ബ്രെയിൻ ക്യാൻസർ വരികയുണ്ടായി. 2005 ജനിച്ചിട്ടുണ്ടായിരുന്ന കോണറിന് 2008 ക്യാൻസർ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വർഷം നീണ്ട സർജറികളെല്ലാം തന്നെ കോണറിന്റെ മേൽ പരീക്ഷിക്കുകയുണ്ടായി. സർജറി ചെയ്തു, കീമോ ചെയ്തു, റേഡിയേഷൻ ചെയ്തു. അങ്ങനെ അതൊന്ന് കുറഞ്ഞു വന്നതായിരുന്നു. പക്ഷേ 2013 വീണ്ടും തിരിച്ചു വരികയുണ്ടായി. തനിക്ക് ക്യാൻസർ വന്നിട്ടുണ്ടായിരുന്ന സമയങ്ങളിലെല്ലാം തന്നെ കോണറിന്റെ ഏറ്റവും വലിയ ആഗ്രഹം WWE എന്ന് പറഞ്ഞിട്ടുള്ള റെസ്ലിംഗ് കമ്പനി തന്നെയായിരുന്നു. അദ്ദേഹത്തിന് തന്നെ ഒരു പേര് വിടുകയുണ്ടായി. ഒരു സൂപ്പർ സ്റ്റാർ നെയിം കോണർ ദ ക്രഷർ എന്നായിരുന്നു പേരിട്ടിട്ടുണ്ടായിരുന്നത്. കോണറിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന മൂവ് സ്റ്റോൺ കോൾഡ് സ്റ്റണ്ണർ ആയിരുന്നു. അതിൽ നിന്നും ഉൾക്കൊണ്ടിട്ടായിരുന്നു കോണർ ദ ക്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പേരിട്ടിട്ടുണ്ടായിരുന്നത്. കോണറിന്റെ ഏറ്റവും ഫേവറേറ്റ് റെസ്ലർ ആരാണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ഡാനിയൽ ബ്രയൻ ആയിരുന്നു. ഡാനിയൽ ബ്രയൻ ആണെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിന്റെ അണ്ടർഡോഗ് സ്റ്റോറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏറ്റവും ലോ ലെവലിൽ നിന്നും ഏറ്റവും ബിഗ് ലെവലിലേക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് അദ്ദേഹം പോകുന്ന ആ ഒരു സെഗ്മെന്റ് എല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോണർ WWEയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഡാനിയൽ ബ്രയന്റെ യെസ് മൂവ്മെന്റ് എല്ലാം തന്നെ വളരെ പീക്കിൽ നിൽക്കുന്ന സമയത്തായിരുന്നു കോണറിന്റെയും എൻട്രി ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമായിരുന്നു കോണറിന്റെ ഫാമിലി മേക്ക് എ വിഷ് ഫൗണ്ടേഷനിൽ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. മേക്ക് എ വിഷ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നടത്തി തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിറവേറ്റി തരാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഫേമസ് ആയിട്ടുള്ള ആളുകൾ നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ മേക്ക് എ വിഷ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കോണറിന്റെ വിഷ് അവിടെ പറയുകയുണ്ടായി. ഡാനിയൽ ബ്രയനെ മീറ്റ് ചെയ്യണം, WWE സൂപ്പർ സ്റ്റാർ ആയിട്ട് ഒരു ദിവസമെങ്കിലും ജീവിക്കണം. സാധാരണ മേക്ക് എ വിഷ് ഫൗണ്ടേഷനിൽ സൂപ്പർ സ്റ്റാറുകളെ മീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ സൂപ്പർ സ്റ്റാറുകൾ പോകും, അവരെ മീറ്റ് ചെയ്യും, അവരുടെ കൂടെ ഫോട്ടോ എടുക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. എന്നാൽ WWE ഇത്തവണ മേക്ക് എ വിഷ് പ്രോട്ടോകോൾ വരെ ലംഘിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യുകയുണ്ടായി. കോണറിനും കോണറിന്റെ ഫാമിലിക്കും WWEയുടെ എല്ലാ ലൈവ് ഇവന്റുകളിലും VIP ട്രീറ്റ്മെന്റുകൾ കൊടുക്കുകയുണ്ടായി. WWEയുടെ എല്ലാ ഷോകളിലും റിംഗ് സൈഡിൽ അക്കാലത്തെ കോണറിനെ കാണാൻ സാധിക്കുമായിരുന്നു. എല്ലാവരും കോണറിനെ ഒരു സെലിബ്രിറ്റി ആയിട്ട് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കോണർ അദ്ദേഹത്തിന്റെ സൂപ്പർ ഹീറോയെ കണ്ടു, ഡാനിയൽ ബ്രയൻ. കോണർ ഹോസ്പിറ്റലിലാകുന്ന സമയത്ത് ഡാനിയൽ ബ്രയൻ കോണറിനെ വീഡിയോ കോളിലൂടെ കാണുമായിരുന്നു. വീഡിയോ കോളിലൂടെ ഒരുപാട് ധൈര്യം കൊടുക്കുമായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. കോണറിന്റെ അൺഒഫീഷ്യൽ കോച്ചായിട്ട് ഡാനിയൽ ബ്രയൻ മാറുകയുണ്ടായി. അങ്ങനെയിരിക്കെ WWE ഏറ്റവും വലിയൊരു മൂവ് ചെയ്തു. 2013 സെപ്റ്റംബർ 9 നടന്നിട്ടുണ്ടായിരുന്ന ഒരു റോ എപ്പിസോഡിൽ കോണറിനെ ഗസ്റ്റ് റഫറി ആയിട്ട് വെക്കുകയുണ്ടായി. മിസിന്റെ ഒരു ടാഗ് ടീം മാച്ചിലായിരുന്നു ഗസ്റ്റ് റഫറി ആയിട്ട് കോണർ വന്നിട്ടുണ്ടായിരുന്നത്. അക്കാലത്ത് മിസ് ഒരു ഹീൽ ക്യാരക്ടർ കൂടിയായിരുന്നു. അങ്ങനെ മാച്ചിന്റെ ഏറ്റവും അവസാനം കോണർ മിസിനെ സ്റ്റോൺ കോൾഡ് സ്റ്റണ്ണർ ചെയ്യുകയുണ്ടായി. ക്രൗഡ് മുഴുവൻ കോണർ കോണർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ചാൻഡുകളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. WWE കോണറിന് വേണ്ടിയിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ട് കസ്റ്റമൈസ് ആയിട്ട് കോണർ ദ ക്രഷർ WWE ചാമ്പ്യൻഷിപ്പ് ബെൽറ്റും കോണറിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയുണ്ടായി. കോണർ പിന്നീട് എവിടേക്കൊക്കെ പോകുന്നോ അവിടെയെല്ലാം തന്നെ ആ ഒരു ബെൽറ്റും തിരിച്ചുകൊണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഡാനിയൽ ബ്രയന്റെ യെസ് മൂവ്മെന്റിന്റെ ഏതൊക്കെ വീഡിയോ ഫൂട്ടേജുകളുണ്ടോ അതിലെല്ലാം തന്നെ കോണർ ഒരു നിറ സാന്നിധ്യമായി മാറുകയുണ്ടായി. 2013 മുഴുവനായിട്ടും കോണറിനെ VIP ആയിട്ട് തന്നെയായിരുന്നു WWEയിലെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നത്. ഡാനിയൽ ബ്രയനുമായിട്ട് അത്രത്തോളം അടുത്ത ബന്ധത്തിലേക്കും കോണർ വരികയുണ്ടായി. WWEയിൽ ആ കാലത്ത് കോണറിന്റെ സ്റ്റോറി കൂടി ഡാനിയൽ ബ്രയന്റെ അണ്ടർഡോഗ് സ്റ്റോറിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാൻസിന് എങ്ങനെയെങ്കിലും ഡാനിയൽ ബ്രയൻ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിജയിക്കണം, റെസ്ൽമേനിയയിൽ മെയിൻ ഇവന്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം വരികയുണ്ടായി. അടുത്തതായിട്ട് നടക്കാനുള്ളത് റെസ്ൽമേനിയ ആയതുകൊണ്ട് തന്നെ അതിനു മുൻപേ ആയിട്ട് ഫാൻസ് എല്ലാവരും വരുന്നതിന് മുമ്പേ റെസ്ലേഴ്സ് മുഴുവൻ നിന്നുകൊണ്ട് കോണറിനെ റിംഗിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. കോണറിന് നല്ലൊരു എൻട്രൻസ് കൊടുത്തു. റെസ്ലേഴ്സ് മുഴുവൻ കോണറിനെ കൈയടിച്ച് സ്വീകരിച്ചു. അങ്ങനെ റിംഗിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന കോണറിനോട് ആ സമയത്തെ ഹീൽ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്ന ട്രിപ്പിൾ എച്ച് തന്നെ കോണറിന്റെ അടുത്തേക്ക് എത്തി ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഇടിക്കടാ എന്നുള്ള രീതിയിൽ പറഞ്ഞു. കോണറിന്റെ ഒരൊറ്റ ഇടിയിൽ ട്രിപ്പിൾ എച്ച് നിലം പതിച്ചു. സൂപ്പർ സ്റ്റാർസ് മുഴുവൻ പിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. കോണർ ട്രിപ്പിൾ എച്ചിനെ പിൻ ചെയ്തു. യെസ്, കോണർ ഈസ് ദ വിന്നർ. റിംഗിൽ കോണറിന്റെ കൂടെ ഡാനിയൽ ബ്രയനും ഉണ്ടായിരുന്നു. വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം ഡാനിയൽ ബ്രയന്റെ യെസ് ചാൻഡുകളായിരുന്നു കോണർ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. കോണറിന്റെ കൂടെ മുഴുവൻ സൂപ്പർ സ്റ്റാറുകളും യെസ് മൂവ്മെന്റ് ചെയ്യുകയുണ്ടായി. കോണറിനെ അവർക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിരുന്നു. അങ്ങനെ കോണറിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവിടെ നിറവേറി. അദ്ദേഹം WWE സൂപ്പർ സ്റ്റാർ ആയിട്ട് ഒരു ദിവസം മത്സരിച്ചു. അങ്ങനെ 2014 റെസ്ൽമേനിയ എത്തി. റെസ്ൽമേനിയ 30. അതെ,
നമ്മുടെ അണ്ടർടേക്കറിന്റെ സ്ട്രീക്കെല്ലാം തന്നെ അവസാനിച്ചിട്ടുണ്ടായിരുന്ന അതേ റസൽമീനിയ തന്നെ. ഏപ്രിൽ 6, 2014 റസൽമീനിയ 30 നടന്നിട്ടുണ്ടായിരുന്നത്. അന്നെല്ലാം തന്നെ റസൽമീനിയ ഒരു ദിവസം മാത്രമാണല്ലോ നടക്കാറുള്ളത്. ആ ഒരു റസൽമീനിയയുടെ മെയിൻ ഇവന്റ് ഡാനിയൽ ബ്രയാൻ വേഴ്സസ് ബാറ്റിസ്റ്റ വേഴ്സസ് റാൻഡി ഓർട്ടൺ തമ്മിലുള്ള WWE വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള 2 ചാമ്പ്യൻഷിപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള മാച്ചായിരുന്നു. ഈ മാച്ചിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. അങ്ങനെ ആ ഒരു മാച്ചിൽ ഡാനിയൽ ബ്രയാൻ കഷ്ടപ്പെട്ട് വിജയിക്കുകയുണ്ടായി. ഫാൻസ് മുഴുവൻ യെസ് മൊമെന്റുകളായിരുന്നു അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. വിജയിച്ചതിന് ശേഷം ഡാനിയൽ ബ്രയാൻ ആകാശത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോണറിന് ഒരു ട്രിബ്യൂട്ട് നൽകുകയുണ്ടായി. മത്സരം കഴിഞ്ഞതിന് ശേഷം വിജയിച്ചു നിൽക്കുന്ന ഡാനിയൽ ബ്രയാൻ കോണറിനെ റിംഗിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. കോണറിന് തന്റെ 2 ചാമ്പ്യൻഷിപ്പുകളും ഡാനിയൽ ബ്രയാൻ കൊടുക്കുകയുണ്ടായി. റസൽമേനിയ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത്. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട റെസ്ലർ ആയിട്ടുള്ള ഡാനിയൽ ബ്രയാന്റെ ലൈഫിലെ കരിയറിലെ ഏറ്റവും വലിയ മൊമെന്റിൽ കോണറും കൂടി ഒരു ഭാഗമാവുകയുണ്ടായി. പക്ഷേ അധികം നാൾ ആ ഒരു സന്തോഷം കൊണ്ടുപോകാൻ കോണറിന് കഴിഞ്ഞില്ല. റസൽമേനിയ കഴിഞ്ഞ് വെറും 9 ദിവസത്തിനുള്ളിൽ കോണർ നമ്മളെ വിട്ടു പോവുകയുണ്ടായി. ബ്രെയിൻ ക്യാൻസർ കൊണ്ട് കോണർ മരണപ്പെട്ടു. തന്റെ 8ാമത്തെ വയസ്സിലായിരുന്നു കോണർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കോണറിന്റെ മരണശേഷം WWE ഒരു ഒഫീഷ്യൽ ട്രിബ്യൂട്ട് വീഡിയോ തന്നെ കോണറിന് വേണ്ടി ഇറക്കുകയുണ്ടായി. ഡാനിയൽ ബ്രയാൻ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ കോണർ ആ ഒരു ചാമ്പ്യൻഷിപ്പ് ബെൽറ്റ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഫോട്ടോ ഷെയർ ചെയ്തു. യു ആർ മൈ ഹീറോ എന്നുള്ളത് പറയുകയുണ്ടായി. ജോൺ സീന, CM പങ്ക്, സ്റ്റീഫനി മക്മാൻ അവരെല്ലാവരും തന്നെ കോണറിന്റെ കൂടെയുള്ള പേഴ്സണൽ സ്റ്റോറികൾ ഷെയർ ചെയ്യുകയുണ്ടായി. തൊട്ടടുത്തായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന മൺഡേ നൈറ്റ് റോ, അതായത് ഏപ്രിൽ 21 മൺഡേ നൈറ്റ് റോയിൽ കോണറിന്റെ ട്രിബ്യൂട്ട് വീഡിയോ കാണിച്ചിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കോണറിന്റെ ഏറ്റവും അവസാന ദിവസങ്ങളും കോണറിന്റെ WWE ജേർണിയും എല്ലാം തന്നെ അവിടെ കാണിക്കുകയുണ്ടായി. ഫാൻസ് മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കോണറിന് വേണ്ടിയിട്ട് 10 ബെൽ സല്യൂട്ട് നൽകുകയുണ്ടായി. ഫാൻസ് മുഴുവൻ കോണർ കോണർ എന്ന് പറഞ്ഞിട്ട് അവിടെ ചാൻറ്റ് ചെയ്യുകയുണ്ടായി. കോണറിന്റെ നെയിമുള്ള സൈൻ ബോർഡുകൾ അവിടെ തൂക്കിപ്പിടിക്കുകയുണ്ടായി. WWEയിലെ ഹീൽ ആയിക്കോട്ടെ ഫേസ് ആയിക്കോട്ടെ എല്ലാവരും അവരുടെ ക്യാരക്ടർ ബ്രേക്ക് ചെയ്തുകൊണ്ട് കോണറിന്റെ കൂടെ കൂടുകയുണ്ടായി. അങ്ങനെ 2014 മെയ് മാസം എത്തി. കോണറിന്റെ മരണത്തിന് ശേഷം കോണറിന്റെ പാരന്റ്സ് ഒരു വലിയ ചേഞ്ച് അവിടെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. പീഡിയാട്രിക് ക്യാൻസറിന് വെറും 4% താഴെ മാത്രം ഫണ്ടിങ് US ഗവൺമെന്റിൽ നിന്നും കിട്ടാറുണ്ടായിരുന്നുള്ളൂ. കുട്ടികളെ കൊല്ലുന്ന നമ്പർ 1 ഡിസീസാണ് പീഡിയാട്രിക് ക്യാൻസർ എന്നുണ്ടെങ്കിലും അതിന് വേണ്ടത്ര ഫണ്ടിങ് കിട്ടുന്നില്ല എന്നുള്ളത് കോണറിന്റെ പാരന്റ്സിന് മനസ്സിലായി. ഡാനിയൽ ബ്രയാനും WWEയും പീഡിയാട്രിക് ക്യാൻസർ ഫൗണ്ടേഷനും കൂടി പാർട്ണർഷിപ്പിൽ കയറിക്കൊണ്ട് കോണേഴ്സ് ക്യൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പരിപാടി അവിടെ കൊണ്ടുവരികയുണ്ടായി. അതായത് ഒരു ഫണ്ട് റൈസിംഗ് പരിപാടിയായിരുന്നു. പീഡിയാട്രിക് ക്യാൻസറിന്റെ റിസർച്ചിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ഫണ്ട് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കോണേഴ്സ് ക്യൂർ മെർച്ചൻഡൈസുകൾ വിറ്റുകൊണ്ട് അതിലെ മുഴുവൻ തുകയും ഈ ഒരു റിസർച്ചിലേക്കായിരുന്നു WWE ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ടീഷർട്ടുകളും റിസ്റ്റ് ബാൻഡുകളും അതുപോലെ തന്നെ പല ഐറ്റംസും അവർ വിൽക്കാൻ വേണ്ടി തുടങ്ങുകയുണ്ടായി. ₹1 പോലും WWEയോ അല്ലെങ്കിൽ ഇത് വിൽക്കുന്നവരോ കമ്മീഷനായിട്ടോ ഒന്നും തന്നെ എടുത്തിട്ടില്ലായിരുന്നു. ഏതൊക്കെ മത്സരങ്ങളിൽ ഡാനിയൽ ബ്രയാൻ വിജയിച്ചു കഴിഞ്ഞാലും ആകാശത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോണറിന് ഒരു ട്രിബ്യൂട്ട് നൽകാൻ ഡാനിയൽ ബ്രയാൻ മറക്കാറില്ലായിരുന്നു. 2016 ഡാനിയൽ ബ്രയാന് ഇഞ്ചുറി പറ്റിയതിനെ തുടർന്ന് അദ്ദേഹം റിട്ടയർ ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ ആ റിട്ടയർമെന്റ് സ്പീച്ചിൽ വരെ കോണറിന്റെ പേര് ബ്രയാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2014 ശേഷം നടന്നിട്ടുണ്ടായിരുന്ന എല്ലാ റസൽമേനിയകളിലും കോണറിന്റെ എന്തെങ്കിലും ഒരു ട്രിബ്യൂട്ട് അവിടെ ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ വീഡിയോ പാക്കേജുകളോ അല്ലെങ്കിൽ ഫാൻസ് കൊണ്ടുവരുന്ന സൈൻ ബോർഡുകളോ അല്ലെങ്കിൽ റെസ്ലേഴ്സ് കോണേഴ്സ് ക്യൂറിന്റെ എന്തെങ്കിലും മെർച്ചൻഡൈസുകൾ വെയർ ചെയ്ത് വരുന്നതോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നീട് 2015 NXTയിൽ കോണേഴ്സ് ക്യൂർ ടാഗ് ടീം മാച്ച് നടക്കുകയുണ്ടായി. അതൊരു ചാരിറ്റി മാച്ച് തന്നെയായിരുന്നു. ആ ഒരു മാച്ചിലൂടെ അവർക്ക് എത്രയാണോ കിട്ടുന്നത് അത് മുഴുവൻ ആ ഒരു ചാരിറ്റിക്ക് കോണേഴ്സ് ക്യൂറിന് വേണ്ടി കൊടുക്കുമെന്നുള്ളത് WWE പറയുകയുണ്ടായി. 2015 മാത്രമായിരുന്നില്ല, 2020 NXTയിൽ ഒരു ട്രിബ്യൂട്ട് മാച്ച് നടന്നു. കോണേഴ്സ് ക്യൂർ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ചെറിയ കുട്ടികൾക്ക് ക്യാൻസർ വരികയാണ് എന്നുണ്ടെങ്കിൽ റെസ്ലേഴ്സ് അവരെ പോയി കാണുന്ന ഒരു പരിപാടിയും അവിടെ തുടങ്ങുകയുണ്ടായി. സുഖമില്ലാത്ത കുട്ടികളെ പോയി കണ്ട് അവർക്ക് സന്തോഷം പകരുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാക്കി WWE അത് മാറ്റുകയുണ്ടായി. 2024 ആയപ്പോഴേക്കും ഏകദേശം $20 മില്യൺ കോണേഴ്സ് ക്യൂർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഫണ്ട് റൈസിംഗിലൂടെ പീഡിയാട്രിക് ക്യാൻസർ റിസർച്ച് സെന്റർ നേടിയിട്ടുണ്ടായിരുന്നത്. റിസർച്ചിന് വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള കുട്ടികളെയും പാരന്റ്സിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയായിരുന്നു അവർ ഈ ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും കോണേഴ്സ് ക്യൂറിന്റെ മെർച്ചൻഡൈസുകൾ നോക്കിയാൽ നമുക്ക് WWEയുടെ സൈറ്റുകളിൽ കാണാം. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ 100% ഇപ്പോഴും പോകുന്നത് ഈ ഒരു ഫണ്ട് റൈസിംഗിന് വേണ്ടി തന്നെയാണ്. വെറും WWE കണ്ടു നടന്നിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി മാത്രമായിരുന്നില്ല കോണർ. WWEയെ തന്നെ എന്നേക്കുമായി ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ. ശരിക്കും ഒരുപാട് പ്രശ്നങ്ങൾ WWEയുടെ പേരിൽ കേൾക്കുമ്പോഴും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. ഇതും നമ്മൾ അറിയേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഇത് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ പേർക്കും ഈ ഒരു സ്റ്റോറി ഓൾറെഡി അറിയാമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റേതെങ്കിലും കിടിലൻ കഥയുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ഗായ്സ്.